ഹലോ ഗൈസ്, വെൽക്കം ടു വ്ലോഗ്. എല്ലാവർക്കും സ്വാഗതം. അടിപൊളി. ഒരു ഉമ്മ ഇവിടെ തന്നെ, ഒരു ഉമ്മ ഇവിടെ ഇവിടെ. ഒരു ഉമ്മ ഞാൻ തരട്ടെ, പോലെ ഒരു പൂ തരട്ടെ. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷായോ? ആൾക്കറിയാണോ കുത്താണെന്ന്? നമസ്കാരം. ഇന്ന് എന്റെ ജന്മദിനമാണ്. എന്താ പറയണ്ടേ? ഇത്രയും നാളിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേരെ വെച്ചിട്ട് ബർത്ത്ഡേ ഞാൻ കാണുന്നത്. ഇതിപ്പോ കൂട്ടായ ഒരു പരിപാടി ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാനിവിടെ ഓടിയാനെ കണ്ട വഴി. ഹാപ്പി ബർത്ത്ഡേ ടു മീനോ. പടം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന റിപ്പോർട്ടർ ഇതെടുക്കണ പോലെ ഉണ്ട്. നീലക്കുയിലും മഞ്ഞക്കുയിലും നിൽക്കുന്നു. രണ്ട് കുയില്. ഇന്ന് എന്റെ ജന്മദിനമാണ്, ഞാൻ ജനിച്ച ദിവസം. എനിക്കൊന്നും പറയാനില്ല. ഇത്ര ആൾക്കാരെ കാണുമ്പോ ഞാൻ ഇൻട്രോട്ടായി പോകും. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഇവിടെ കൊറേ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതെന്റെ ബ്രദറിന്റെ വൈഫാണ്, സിസ്റ്റർ ഇൻ ലോ. ഡിഗ്ന എന്നാണ് പേര് ഡിഗ്ന എന്നാണ്. അപ്പൊ എല്ലാരും ഡിഗ്നിയോ വേറൊരു ഡിഗ്നിയോ. നമ്മളെല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും ബർത്ത്ഡേ ആണ്. ഒരു ദിവസം ജനിച്ച ആൾക്കാരുണ്ട് ഇവിടെ. 1 2 3 ആക്ഷൻ. ദയവായി എല്ലാവരും എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ ഫാമിലിയില് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 3 പേര് ഡിഗ്ന. എന്റെ വൈഫിന്റെ നാത്തൂനാണ് ഡിഗ്ന, എന്റെ വൈഫ് ലിൻഡ, എന്റെ മുന്നു. അപ്പൊ ആളുടെയും കൂടി ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. എന്തായാലും ദൈവം സഹായിച്ച് നല്ലൊരു ദിവസമാണ്. അപ്പൊ എന്തായാലും ഇവിടെ വന്നതിലും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട എന്റെ കുടുംബത്തിന് 1000 സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് സമയം കളയാതെ കേക്ക് കട്ട് ചെയ്യാം. ആദ്യമായി മുന്നു കടന്നു വരിക. അടുത്ത ലിൻഡ ബി വായോ. താങ്ക് യു. ഡിഗ്ന ഫെർണാണ്ടസ് എന്നാണ് പേര്. ലിൻഡയുടെ പപ്പേ നല്ല അടിപൊളിയായിട്ട് പാടും. അത് കഴിയുമ്പോഴേ ഇവയുടെ ഡിജിയുടെ പപ്പ പാടും, പിന്നെ ഡിജി പാടും, എല്ലാരും പാടും. എല്ലാരും ഉറക്കെ ചിരിച്ച്. ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമുക്ക് സെലിബ്രേഷൻ ആരംഭിക്കാം. വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു, നീഹാരം തൂവുന്നു. ഗൈസ്, ഇവിടെ വെളിച്ചം ഇത്തിരി കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ക്യാൻഡിലാണ്. ഇനി അവിടെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്ത് കൊണ്ട് വെക്കും. അപ്പോൾ ഇനി എന്താ പറയണ്ടേ, 3 കേക്കും നമ്മൾ ഭംഗിയായിട്ട് മുറിച്ചു, കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും സന്തോഷത്തിലാണ്. ഇനി ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. പ്ലാൻഡ് ബൈ ഡിജി, ലിൻഡ ചേച്ചി, ഇവ ചേച്ചി, എല്ലാവരും കൂടിയിട്ട് കുറേ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പരിപാടികളൊക്കെയാണ്. ബാക്കി ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ഡിജോ ചേട്ടന്. ഞാനൊരു വഴി പോക്കനാടാ. ഉടിയലിനെ മോഹൻലാലോ അത് മതി. നിങ്ങൾ ഹാപ്പിയല്ലേ? ഞാൻ ഹാപ്പിയാണ്. 2 വാക്ക് പറ. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമ്മള് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാൻ പോവാണ്. താങ്ക് യു കുഞ്ഞുന താങ്ക് യു കേട്ടോ ആൻറ്റി. താങ്ക് യു. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഗെയിം കളിക്കാം. എന്തായാലും ഇത്രയും പേരെ കിട്ടിയപ്പോൾ നമുക്ക് എന്തായാലും ഫണ്ണായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം കളിക്കാം. എന്താണ് ഡിജി ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പണ്ടൊക്കെ മറ്റേ നെയിം ആൻഡ് പ്ലേസ് ഒക്കെ കളിക്കില്ലേ, അത് തന്നെ. ഒരു ലെറ്റർ നമ്മൾ പറയും, ആ ലെറ്റർ വെച്ചിട്ട് പേര് ചോദിക്കും. ഇപ്പൊ ചായാണ് പറഞ്ഞെങ്കിൽ ആ ചാ വെച്ചിട്ട് പേര് ചോദിക്കുമ്പോ ചാ വെച്ച് ചന്തു, സ്ഥലം ചോദിച്ചു കഴിയുമ്പോ ചങ്ങനാശ്ശേരി. അങ്ങനെ നിർത്താതെ നമ്മൾ ചോദിക്കണേന് പെട്ടെന്ന് ഉത്തരം പറയണം. ലെറ്റർ കൊടുത്താ എന്തുവാടിത്? ഹായ. പേര് ഹരിഹരൻ. സ്ഥലം ഹരിപ്പാട്. രാവിലെ എന്താ ചോദിച്ചേ? ഹണി വിത്ത് ലൈം. ഓടിക്കുന്ന വണ്ടിയുടെ പേര് ഉണ്ടായി. എവിടേക്കാ പോണേ? ഹൈദരാബാദ്. ഭാര്യയുടെ പേര് ഹിന്ദ.
ഗൈസ് അങ്ങനെ നമ്മുടെ അടുത്ത പാർട്ടിസിപ്പന്റ് എത്തി, നമ്മുടെ ലിൻഡ. ചോദിക്കട്ടെ, അക്ഷരം ബ, ഭരണിയുടെ ബ. ഓക്കെ, പേരെന്താ? ഭാസ്കരൻ. കേക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഫ്ലേവർ? ബട്ടർ സ്കോച്ച്. ഗൈസ് നമ്മുടെ അടുത്ത പാർട്ടിസിപ്പന്റ് വന്നു, നമ്മുടെ ഷാരിക്കുട്ടിയാണ്. അപ്പം ഇതിൽ ആദ്യം തന്നെ അവള് തോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ തരാൻ പോകുന്ന ലെറ്റർ വാ കൊടുക്കാം. പേരെന്താ? വാമലാക്ഷി. സ്ഥലം എവിടെയാ? വടകര. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വാവയുണ്ട്, വേറൊരു വാവയുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താ? വാമനപുരത്തുള്ളൊരു ബസ് റൂട്ട്. ഗൈസ് നമ്മളുടെ അടുത്ത പാർട്ടിസിപ്പന്റ് ആണ്, മറ്റാരുമല്ല, എൻ്റെ ഫാദർ ഇൻ ലോ ആണ്. അപ്പൊ ഫാദർ ഇൻ ലോ ഞാൻ ഫാദർ ഇൻ ലോയ്ക്ക് കൊടുക്കാൻ പോകുന്ന അക്ഷരം ഫാദറിന്റെ പേരെന്താ? സന്ധ്യാവും. ഫാദറിന്റെ ജോലി എന്താ? സമരം ചെയ്യലാണ് എന്റെ പേര്. എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പൊ സമരത്തില്? സമയമാകുമ്പോ എല്ലാവരും വരും. അവർക്കൊക്കെ സാലറി എങ്ങനെ കൊടുക്കുന്നത്? സമസമം. നന്നായി പെർഫോം ചെയ്ത എന്റെ അമ്മായപ്പനെ നിങ്ങളുടെ എല്ലാവരും ഒരു കയ്യടി. അപ്പൊ അടുത്ത പാർട്ടിസിപ്പന്റ് വന്നിട്ടുണ്ട്, ജയൻ ചേട്ടനാണ്. റെഡി അല്ലേ? റെഡിയാണ്. ലെറ്റർ ര. എന്താ പേര്? രാമൻ. എവിടേക്കാ പോണേ? രാമപുരം. എന്താ കഴിച്ചേ? രാവിലെ പുട്ടും കടലയും. രാവിലെ അല്ല, രാത്രി. രസം. എവിടെയാ ജോലി ചെയ്യണേ? രാമപുരത്ത്. എപ്പോഴാ കിടന്ന് ഉറങ്ങാറ്? രാത്രി. അടുത്ത ആള് വന്നിട്ടുണ്ട്, ഡിറ്റാൻറ്റിയാണ്. ചോദിക്കട്ടെ? ചോദിച്ചോ. ലെറ്റർ പ. എന്താ കഴിച്ചേ രാവിലെ? പപ്പടം. ഇഷ്ടമുള്ള ഫുഡ് എന്താ? പുട്ട്. ഏത് ഡ്രസ് ഇടാൻ ഇഷ്ടം? സാരി. ഗൈസ് അടുത്തത് നമ്മുടെ സോഫി ആന്റിയാണ്. എന്താ പേര്? ഗിയോർഗീസ്. എവിടേക്കാ പോണേ? ഗംഗാതീരത്തേക്ക്. എവിടെ ജോലി ചെയ്യണേ? ഗാഗുൽ തൈല്. ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ് എന്താ? ഗ്ലാസ് പാന്റ്. അടുത്ത ആള് ലിൻഡയുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. ലാ വെച്ച് തുടങ്ങാം. പേരെന്താ? ലീല. അങ്ങനെ ബർത്ത്ഡേയുടെ ഫുഡ് അടി പരിപാടി എത്തിയിട്ടുണ്ട്. നമുക്ക് ബീഫ് ബിരിയാണിയാണ് ഇന്ന് സെറ്റ് ആയിട്ടുള്ളത്. ബീഫ് ബിരിയാണി, കച്ചമ്പർ അച്ചാറ്, പിന്നെ ഇവ ചേച്ചിയുടെ അമ്മ ഷീജാൻഡിയുടെ ബീഫ് റിബ്സും ഉണ്ട്. പാടാൻ പോണു. ഒരു മെഴുത്തിരിയുടെ ഈ പാട്ട് ഞാൻ ഇന്നലെ ഒരു രാത്രി റൂമിൽ കേട്ടോ. നീ എന്തിനാ ഇവരുടെ റൂമിൽ പോയ രാത്രി? വെള്ളം കുടിക്കാൻ ഇവരുടെ റൂമിൽ പോണേ? മുറ്റത്ത് കൂടെ നടന്നു ഒരു മെഴുകു തിരിയുടെ നടക്കട്ടെ. ഇന്നലെ രാത്രി ഇപ്പൊ ഒരു മെഴുതിരി ഉണ്ടായിരുന്നുള്ളൂ. അതില് ബാക്കി വന്ന മെഴുതിരി നീ കത്തിച്ചു വെച്ചേക്കും. പറയട്ടെ ജോബ്രോ, എന്നിട്ട് ഒരു മെഴുതിരിക്ക് ലിൻഡ അമ്മ എന്തിനാ അതിന്റെ ഇടയിൽ കയറി പോയത്? 12 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ മോളിലേക്ക്. ഒന്നും വിഷമിക്കണ്ട, ഞാൻ കണ്ണടച്ചോളാം. എന്നോട് പറയാ ബീനാമേ എന്റെടാ ഇത് ഇതില് വരില്ല പറഞ്ഞോ? ബീനാമേ എന്റെ അതെ 12 മണിയായി. എന്റെ ലിൻഡാപ്പിയുടെ ബർത്ത്ഡേ നാളെ ഇന്ന് തുടങ്ങി. അതിനെന്താ ബീനാമ ഞാൻ പറഞ്ഞു താഴേക്ക് ഞാൻ ഇറങ്ങില്ല, ഞാൻ ഇത്തിരി നേരം കണ്ണടച്ചു നിന്നോളാം, എന്താ വേണ്ട ചെയ്തോളാം. എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? അറിയില്ലടാ, ഞാൻ കണ്ണടച്ചു നിന്നോ. ആ സമയത്താ നിങ്ങളുടെ മോൻ വെള്ളം കുടിക്കാൻ വന്നത്. നീ വല്ലതും കണ്ടപ്പേ? സൗണ്ട് കേട്ടു. എടാ പല്ലിക്കുട്ട, എന്തോരം ചരച്ചു നീ. മേരി മാർഗരറ്റ്, എന്താ പറയാനുള്ള ഈ ഒരു നിമിഷത്തിൽ? നല്ല സന്തോഷം, എല്ലാവരും ഭയങ്കര ഹാപ്പി, എല്ലാവരും കാണാൻ പറ്റി. ഓ ഇവ ഇൻട്രോവേർട്ടാ ശരിക്കും. നിങ്ങളോ? ഞാൻ എക്സ്ട്രീം ഇൻട്രോവേർട്ട്. താഴെ വെച്ച് ഞാൻ പറഞ്ഞേ ചേട്ടാ താഴേക്ക് നമുക്ക് പോവാം. ഇല്ലടോ
തനിക്കറിയാലോ ഞാൻ മറ്റേതാണെന്ന്. ഏത് മറ്റേത് അല്ലടേ, ഞാൻ മറ്റേ ഇൻട്രോ. അല്ല, ഒരുപാട് പേരെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻസ്ഡ് ആവിടും. ആ മേരി മാർഗരറ്റ് പറ 2 വാക്ക്. എനിക്ക് 2 വാക്ക്. ആന്റി, അപ്പൊ ഇന്ന് മരുമോന്റെയും മരുമോളുടെയും ബർത്ത്ഡേ ആണ്. എന്ത് തോന്നുന്നു? രണ്ടുപേരും എങ്ങനെയുണ്ട്? നിങ്ങക്ക് കിട്ടിയ പുണ്യങ്ങളാണ്, എന്റെ 2 കൃഷ്ണമണികളാണെന്നൊക്കെ പറയണ്ടല്ലോ അവര്. അതെ, ധൈര്യം പറ ആന്റി, പറയൂ. എന്റെ പുണ്യമാണ് എന്റെ 2 മക്കൾ, അച്ഛമ്മോ. 2 മരുമക്കൾ. ആ, പിന്നെ ഞങ്ങള് രണ്ടുപേരും, ഞാനിവ. എന്റെ മുത്താണ്. ഓ, സ്വത്താണ് ഇവ. അപ്പൊ എന്നെ പറഞ്ഞില്ല. ആ, ഓക്കെ, പറഞ്ഞോ. അതിന്റെ കൂടെ എന്റെ ഞാനും എന്റെ കരളും. ഓ, എന്റെ കരള് അതുകൂടാതെ എന്റെ അനിയത്തിയും അനിയത്തിയുടെ മക്കളും ആ ദുബായിൽ അബുദാബിയിൽ നിന്ന് എത്തി. ഈ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയായി. ഹാപ്പിയായി. എനിക്ക് തോന്നുന്നു എല്ലാരും വിളിച്ചു നിർത്തി ആന്റി ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞായിരുന്നു, എല്ലാരും ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സോഫിയാന്റിയും ഈ സമയത്ത് സോഫിയാന്റി മിക്കപ്പോഴും നമ്മുടെ പരിപാടിക്ക് എന്താ ദൈവാധീനം കൊണ്ട് ആ സമയത്ത് എത്താറുണ്ട്. പിന്നെ എന്റെ അനിയത്തിനെയും മക്കളെയും എനിക്ക് ഹാപ്പിയായി. അപ്പൊ ഈ സമയത്താണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ആലീസ് ആന്റി, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവര്. പിന്നെ ലിൻഡയുടെ വീട്ടുകാരും, അതെ, ആങ്ങളെയും വൈഫും. മിക്കപ്പോഴും അവരൊക്കെ അജയ് വരുമ്പോ അവരെ കിട്ടാറില്ല, അവരെ കിട്ടുമ്പോ അജയിനെ കിട്ടാറില്ല. അപ്പൊ ഈ പ്രാവശ്യം എല്ലാരും വന്നു, അജയും വന്നു, ഇവയും വന്നു, എന്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്നു. ഹാപ്പി 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 ഹാപ്പി. ഇനി ഒന്നുമില്ല, എല്ലാം സന്തോഷം. മോനെ കേട്ടോ, ഇതിന്റെയൊക്കെ ചുക്കാൻ പിടിച്ചത് എന്റെ മനസ്സറിയാവുന്ന എന്റെ മകനാണ്. ഒരു മകന്റെ കർത്തവ്യമാണ്. അപ്പൊ അതുകൂടാതെ ഈ 3 പേർക്കും അല്ല, എല്ലാം പറയണല്ല, 3 പേർക്കും കഷ്ടപ്പെട്ട് എന്റെ ലിൻഡ മോളാണ് ഈ കേക്കുകളൊക്കെ ഉണ്ടാക്കിയത്. കേക്ക് കസേര പറ്റിയത് എന്റെ മുന്നുമോനോ. അതിൽ ഇരുന്നത് ഞാനാ. എന്താ അതും പറഞ്ഞു. പിന്നെ എന്റെ കരളായ ബീനാമ്മ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ മുന്നുമോനും ഉണ്ടായിരുന്നു. കസേരയും ഡെക്കറേഷനൊക്കെ, ഡെക്കറേഷൻ. അല്ല, ഈ തിരക്കിന്റെ ഇടയില് ഒരാളെ മിസ് ചെയ്തു, ആ ചിരിയുമായി നിൽക്കുന്ന ജോയ് അങ്കിൾ. എന്റെ ജോയങ്ങള് എന്റെ കൂടെ തന്നെ, എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഒരു സെക്കൻഡ് കേട്ടോ ആന്റി, നിങ്ങൾ അടിച്ചത് മാറിപ്പോയിണ്ടാ? എല്ലാത്തിനും ഇവിടെ നിന്നാലോ കൗണ്ടർ വരുന്നത്? സത്യത്തിൽ അത് ബിയറായിരുന്ന? എന്ത് ഇവിടെ നിന്ന് പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കണേ? സ്പെഷ്യലാ ഇവിടെ ഇരുന്ന് കൗണ്ടർ പറഞ്ഞോണ്ടിരിക്കും. ആ, ആരും കേൾക്കണമെങ്കിൽ വെറുതെ പറയാ. എനിക്കൊരു ധൈര്യമുണ്ട്, ഇതൊന്നും വരില്ല. 5 മിനിറ്റുള്ളൂ, വരില്ല. അപ്പൊ ഇന്നത്തെ ദിവസം മുന്നുന്റെയും ലിൻഡാപ്പിയുടെയും അതേപോലെ തന്നെ ലിൻഡാപ്പിയുടെ നാത്തുവിന്റെ ഡിഗ്ന പുള്ളിക്കാരന്റെ ബർത്ത്ഡേ ആയിരുന്നു. 3 പേർക്കും കൂടി ഒരുമിച്ച് ഒരു ദിവസം, അതായത് മെയ് 31 3 പേരുടെ ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഗെറ്റ് ടുഗെദറും കൂടി നമ്മളിവിടെ നടത്തി. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും ഇനിയിപ്പോ കഴിഞ്ഞ ബർത്ത്ഡേ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് എല്ലാവരും അടുത്ത വർഷം ആലോചിക്കുമല്ലോ. അതെ 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 അതൊരു വൈബാണ്. അതെ. ശരി, ഈ മറ്റേ പരസ്യല്ലേ, മറ്റേ ഹാർപ്പിക്കിന്റെ 2 പുഴുക്കള് ഗൈസ്, ഡിജിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും പാട്ട് പാടാതെ ഒരു വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ആവുമ്പോ തീരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും പാട്ട് പാടാം. പിന്നല്ല കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കര പോണോരെ കാണാ കൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴി തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ലു തരാമോ,
ഓ കടലിനക്കര പോണോരെ കാണാ കുഞ്ഞിന് പോണോരെ കടലിനക്കര പോണോരെ കാണാ കുഞ്ഞിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും 14-ാം രാവിലെ പാലാഴി തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ലു തരാമോ ഓഹോ മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തമ്പിളി പന്തൽ മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തമ്പിളി പന്തൽ മണവാട്ടി പെണ്ണൊരുങ്ങ് മാൻപൂവേ പൂത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തമ്പിളി പന്തൽ താങ്ക് യു